നമസ്കാരം. യുക്രൈനെ ആക്രമിച്ചതു മുതൽ ആഗോളതലത്തിൽ പല ഉപരോധങ്ങളും റഷ്യ നേരിടുന്നുണ്ട്. റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക മുൻപന്തിയിൽ തന്നെയുണ്ട്. എന്നാൽ ഇത്തവണ അമേരിക്ക റഷ്യക്കെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ വെട്ടിലായത് ഇന്ത്യയും ചൈനയുമാണെന്ന് പറയാം. റഷ്യയുടെ ക്രൂഡ് ഓയിൽ നിർമ്മാതാക്കൾക്കും കപ്പൽ കമ്പനികൾക്കും എതിരെയാണ് അമേരിക്ക പുതിയ ഉപരോധം ചുമത്തിയത്. എണ്ണ ഉൽപ്പാദകർക്കും റഷ്യൻ എണ്ണ കയറ്റുമതി ചെയ്യുന്ന 183 കപ്പലുകൾക്കും എതിരെയാണ് നടപടി. യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ റഷ്യയെ പ്രേരിപ്പിക്കുന്നതിനാണ് അമേരിക്കയുടെ ഉപരോധം. റഷ്യയുടെ പ്രധാന വരുമാന മാർഗമാണ് ക്രൂഡ് ഓയിൽ കയറ്റുമതി. കൂടുതലും വാങ്ങുന്നത് ഇന്ത്യയും ചൈനയുമാണ്. അമേരിക്കയുടെ പുതിയ നടപടിയിൽ വെട്ടിലായ ഇന്ത്യ മറ്റു വഴികൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. പശ്ചിമേഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾക്കാകും ഇതിന്റെ നേട്ടമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യയുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതി ഉപരോധത്തെ തുടർന്ന് തകിടം മറിഞ്ഞതോടെ ആഗോള വിപണിയിൽ വില കുത്തനെ വർദ്ധിച്ചു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $81 മുകളിലായിട്ടുണ്ട്. മറ്റു ക്രൂഡ് ഓയിലുകളുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം റഷ്യയുടെ 530 മില്യൺ ബാരൽ ഓയിൽ കയറ്റുമതി ചെയ്ത 143 കപ്പലുകളും ഉപരോധ പട്ടികയിലുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണവരവ് കുറഞ്ഞതോടെ ഇന്ത്യ ബദൽ മാർഗം നോക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ കയറ്റുമതി ചെയ്യാൻ റഷ്യ ശ്രമിച്ചേക്കുമെന്നാണ് വിവരം. അങ്ങനെ നോക്കിയാൽ ചരക്ക് കടത്ത് കൂലി വർദ്ധിപ്പിക്കും. സ്വാഭാവികമായും വില കൂട്ടാൻ റഷ്യ ശ്രമിക്കുമെങ്കിലും ഉപരോധം കാരണം ഇത് സാധ്യമാവുകയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ 11 മാസം റഷ്യൻ എണ്ണ ഇറക്കുമതി 4.5% ഇന്ത്യ വർദ്ധിപ്പിച്ചിരുന്നു. ചൈന 2%. പുതിയ ഉപരോധത്തോടെ എല്ലാം തകിടം മറിഞ്ഞു എന്ന് തന്നെ പറയണം. ട്രംപ് അധികാരത്തിലെത്തിയാൽ റഷ്യക്കെതിരായ ഉപരോധം പിൻവലിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും എണ്ണയാണ് ആശ്രയിക്കാനാവുക. എന്നാൽ പശ്ചിമേഷ്യ, ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണയ്ക്ക് അടുത്തിടെ വില കൂടിയിട്ടുണ്ട്. ഇത് ഇന്ത്യക്ക് മറ്റൊരു തരത്തിൽ തിരിച്ചടിയാണ്. റഷ്യയുടെ എണ്ണ വിപണിയിൽ കുറയുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഇവർ വില കൂട്ടിയിരിക്കുന്നത്. സൗദിയും ഇറാഖും UAEയും ഉൾപ്പെടുന്ന പശ്ചിമേഷ്യയിലെ എണ്ണ വാങ്ങുകയല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്നാണ് അറിയുന്നത്. ചിലപ്പോൾ അമേരിക്ക എണ്ണയെക്കുറിച്ചും ചിന്തിച്ചേക്കാം. വെനസ്വേല, ഗയാന, നൈജീരിയ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം കൂടുതൽ എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യ കരുനീക്കം നടത്തുന്നുണ്ട്. ഒരു കാലത്ത് ക്രൂഡ് ഓയിലിനു വേണ്ടി ഇന്ത്യ പ്രധാനമായും ആശ്രയിച്ച രാജ്യം സൗദി അറേബ്യ ആയിരുന്നു. പിന്നീടാണ് ഇറാഖ് വന്നത്. 2022 ശേഷം റഷ്യ എണ്ണയാണ് ഇന്ത്യയിൽ കൂടുതൽ വാങ്ങുന്നത്. റഷ്യ, ഇറാഖ്, സൗദി അറേബ്യ, UAE, അങ്കോള, അമേരിക്ക എന്നിങ്ങനെ പോകുന്ന ഇന്ത്യ കൂടുതലും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ പട്ടിക. ക്രൂഡ് ബാരൽ വില $70 നിൽക്കണമെന്നതാണ് ഇന്ത്യയുടെ കണക്കുകൂട്ടൽ. $96 എത്തണമെന്ന് സൗദിയും ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.